ഒരു പരിപ്പ് വേണം. ചേച്ചി 50 രൂപ. രാവിലെ ഒന്നും കഴിച്ചില്ല. രാവിലെ തന്നെ കുടിച്ച് കൂത്താടാൻ കാശുണ്ടല്ലോ. ആ കാശിന് വല്ല വാങ്ങിച്ച് കഴിച്ചൂടെ? പല തണ്ടും തടിയുണ്ടല്ലോ, ജോലി ചെയ്ത് ജീവിച്ചൂടെ? 50 രൂപയല്ലേ ചോദിച്ചു. ഒരു 50 രൂപ തരാമോ? ചിന്നുവിൻ്റെ ചേട്ടനല്ലേ? ആ എന്നാ വെച്ചോ. എൻ്റെ മോനെ എന്തോ കാര്യത്തിനാണ് കൊടുത്തത്. ഇവനൊക്കെ ശാപം കടന്നാൽ പോലും തിരിഞ്ഞു നോക്കരുത്. നല്ല തണ്ടും തടിയുള്ള ഒരുത്തിന് വേല ചെയ്ത് ജീവിച്ചൂടെ? എന്താടാ? ഒന്നുമില്ലടി. രാവിലെ 50 രൂപ കൊണ്ട് കളഞ്ഞിട്ടിരിക്കുമോ? എന്തു പറ്റി? ഒരു കള്ളുകൂടിയൻ വന്ന് കരഞ്ഞ് കാണിച്ചപ്പോൾ 50 രൂപ എടുത്താൽ കൊടുത്തു. ഞാൻ പറയുമായിരുന്നു അവനെ ഒന്നും അടുപ്പിക്കരുതെന്ന്. ആരാടാ? ഉണ്ടാക്കി വെച്ചു. ഈ കഥം തുറന്ന് മലത്തിട്ടിട്ട് എല്ലാം ഇവിടെ പോയി. അത് ഈ ചോര മോശം. കൊടുക്ക്, കുറച്ചുകൂടെ വിളമ്പി കൊടുക്ക്, കേട്ടട്ടെ. ചേട്ടത്തി ഒറ്റ ഒരുത്തി ഈ മനുഷ്യനെ ഇങ്ങനെ ആക്കി നാശം പിടിക്കാൻ ചാകത്തും ഇല്ലല്ലോ. ചേച്ചിക്ക് എന്റെ വായടപ്പിക്കാൻ നല്ല മിടുക്കാണല്ലോ. സ്വന്തം കേട്ടേൻ കൺമുന്നിൽ കിടന്നിങ്ങനെ നശിക്കുന്ന കണ്ടിട്ടും പിന്നെ ഉരുട്ടി ഉരുട്ടി കൊടുക്കുക. കൊടുക്ക്, അതിൻ്റെ കൂടെ കുറച്ച് വിഷം കൂടെ കൊടുക്ക്. ഒരു പെൺകുഞ്ഞാ വളർന്നു വരുന്നത്, അതെങ്കിലും നാണം കെടാതെ ജീവിക്കട്ടെ. നിന്നോടാ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വല്ല കൂസലുണ്ടോ? ചാവാരിപ്പട്ടിക്കാണ് ഇതിനേക്കാളും അന്തസ്. അതേ നിർത്ത്, നീ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ കാട് കയറുന്നത്? വന്ന് കൈ കഴുക. മോളെ വേണ്ട, എന്നെ തൊടണ്ട. എന്താ ചേച്ചിയുടെ ഉദ്ദേശം? ഇന്നെന്താ സംഭവിച്ചെന്നറിയാവോ? കള്ളും കുടിച്ച് റോഡിൽ കൂടെ നടന്ന് തെണ്ടുക കണ്ടപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. എന്താ എന്നെ ഒന്നുകൂടെ തല്ലണോ? നോക്കണ്ട, നിങ്ങളുടെ മോക്കും ഈ ഗതി തന്നെ. മരിച്ചുപോയ എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കണ്ടത്. പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ മറക്കുന്നുണ്ട്. എനിക്കിന്ന് രണ്ടിലെന്ന് അറിയാം. ഈ നാണക്കേട് സഹിച്ച് എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ വയ്യ. ഞാൻ എങ്ങോട്ടേലും പോവാം.
മോർണിംഗ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി? 8 വർഷം. അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിനൊന്നും ചെയ്തില്ലേ? ഡോക്ടർ, ഞങ്ങൾക്കൊരു മോളുണ്ട്. രണ്ടാമതൊരു കുഞ്ഞൂടെ വേണമെന്നാണ് ആഗ്രഹം. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ജസ്റ്റ് ഒന്ന് പുറത്തേക്കോ, വിളിക്കാം. സെക്കൻഡ് മാരേജ് ആയിരുന്നു? അല്ല. എന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചു? അല്ല, ഈ റിപ്പോർട്ട് നോക്കിയപ്പോഴേ കുറച്ച് പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാൻ ചാൻസ് ഇല്ല. ഇത് ജന്മനായുള്ള കുഴപ്പം തന്നെയാണ്. റിപ്പോർട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരുന്നു ഡോക്ടർ? ഇല്ല, റിപ്പോർട്ടിൽ അങ്ങനെ മിസ്റ്റേക്ക് ഒന്നും വരത്തില്ല. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പുറത്ത് ചെക്ക് ചെയ്യാൻ കേട്ടോ. ഒന്നുകൂടെ ഇതിൽ കൂടുതൽ എന്താ പറയാ? കുഞ്ഞുള്ളതാണ് ഡോക്ടർ. അന്ന് മുതൽ ചേട്ടൻ എല്ലാത്തിനും കാരണം ഞാനാ. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ചേട്ടന് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ലെങ്കിൽ അപ്പൊ ഗൗരിമോളോ? അത് എനിക്ക് പറ്റിയൊരു തെറ്റാ. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല, കല്യാണത്തിന് മുമ്പ് എനിക്ക് രാത്രി ഉണ്ടായിരുന്ന കാര്യം. അവൻ്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി തിരിച്ചവളാ ഞാൻ. പക്ഷെ വീട്ടുകാരെല്ലാവരും ചേർന്ന് അത് കണ്ടുപിടിച്ചു. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അവസാനം വീട്ടുകാരെല്ലാവരോട് ഭീഷണിപ്പെടുത്തി എന്നെ മറ്റൊരു വിവാഹം കഴിപ്പിച്ചു. അങ്ങനെയായിരുന്നു എൻ്റെ ചേട്ടനും ഞാനും തമ്മിലുള്ള വിവാഹം. പക്ഷേ അപ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആയെന്നുള്ള കാര്യം. പക്ഷെ ഈ താലി സത്യം, ഞാൻ നിന്റെ ചേട്ടനെ ചതിച്ചിട്ടില്ല. സത്യമായിട്ട് ചതിച്ചിട്ടില്ല.